അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാളൂസ് കിച്ചണിൽ മസാല ദോശ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാനെന്ന്. നിങ്ങൾ പുതിയതായിട്ട് ഈ ചാനൽ കാണാമെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1 കിലോ അരിക്ക് ഒരു 50 ഗ്രാമോളം ഉഴുന്നിടണം. പിന്നെ അതിൽ കുറച്ച് കള്ളപ്പരിപ്പും ഉലുവയും കൂടി ഇട്ട് പുതർത്തി അരച്ച് വെക്കുക രാത്രി തന്നെ. അരി അരക്കുമ്പോൾ വെള്ളം കൂടാൻ പാടില്ല, കൂടാതെ കുറച്ച് ഒഴിച്ചിട്ട് അരച്ച് വെക്കണം. നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തുങ്ങാണ്ട് കഴുകിങ്ങാണ്ട് അതൊന്ന് മുറിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇനി മുളക് ചട്നി എങ്ങനെ അരക്കണം നോക്കാം. ഇതിലേക്ക് ഉണങ്ങിയ മുളകും 2 ഉള്ളിയും 2 വെളുത്തുള്ളിയും കുറച്ച് പൊട്ടുകടല ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ഇനി നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കാം. അരമുറി തേങ്ങയിൽ കുറച്ച് പൊട്ടുകടലയും 2 പച്ചമുളക് ഇഞ്ചി ഉപ്പിട്ടിട്ട് അരക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയ പല്യാണ് റെഡിയാക്കുക. അതിന് കുറച്ച് എണ്ണ വീത്തി കുറച്ച് കടുകും കള്ളപ്പരിപ്പും ഇട്ട് ആ ഉള്ളി മുറിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ഉള്ളിയോളം മുറിച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. നമുക്കതിൽ 2 പച്ചമുളക് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിൻ്റെയിലും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഈ ഉരുളക്കിഴങ്ങ് തൊലിച്ച് വെച്ചിരുന്നത് അതും ഇതിലേക്ക് ഇട്ടൊന്ന് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കണം. ഒരു കുറച്ച് മല്ലിയില മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പല്യ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശക്ക് തവ വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത സ്റ്റൗവിൽ. ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഒരു പാത്രത്തിൽ എണ്ണയും നെയ്യും കൂടി മിക്സാക്കി വെച്ചിരുന്നു, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് മുളക് ചട്നി അരച്ചതിൽ ഇതിലേക്കൊന്ന് തേക്കാം. ആവശ്യത്തിന് തേച്ചാൽ മതി, കൂടുതലായിക്കാലും ഭയങ്കര എരിവായിരിക്കും. ഈ ചട്നിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കാം. നിർത്തി വേണം വെച്ച് കൊടുക്കാൻ, മടക്കല് നിർത്തി വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ല മടക്കി കൊടുക്കാം, റോളാക്കാനാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് വെക്കാം. ഒരു കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികളൊക്കെ കഴിച്ച് എങ്ങനെയാണ് ഉണ്ടെന്ന് പറയട്ടെ. ഞാൻ അതിൽ സാമ്പാർ വെക്കാൻ മറന്നിരുന്നു. അപ്പോൾ ഇനിയൊരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ സാമ്പാർ വേണമെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് സാമ്പാറും കൂടി വെച്ചിട്ട് കൊടുത്ത്. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലേക്ക് സാമ്പാർ നല്ല ഇതാണ് കേട്ടോ, സാമ്പാർ ഉണ്ടാക്കാം. ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് കാട്ടിത്തരാം. ഇതേപോലെ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായി എന്നൊന്ന് അറിയിക്കണം കമൻറ്റ് ബോക്സിൽ. എപ്പോഴെങ്കിലും മസാല ദോശ കഴിക്കണം എന്ന് അറിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിപ്പോൾ എല്ലാ കുട്ടികൾക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.